പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനവായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് ദിവസം 355. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ യോഹന്നാൻ്റെ 1-ാം ലേഖനം അധ്യായങ്ങൾ 1 മുതൽ 3 വരെ, 2 തെസലോനിക്ക അധ്യായങ്ങൾ 1 മുതൽ 3 വരെ, സുഭാഷിതങ്ങൾ അധ്യായം 30 വാക്യങ്ങൾ 20 മുതൽ 23 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 യോഹന്നാൻ അധ്യായം 1. ജീവന്റെ വചനം. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെടുത്തപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ഞങ്ങളിവ എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ദൈവം പ്രകാശമാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, അവനിൽ തെല്ലും അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നാമും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. 1 യോഹന്നാൻ അധ്യായം 2. നമ്മുടെ മധ്യസ്ഥൻ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിലായിരിക്കുമെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന പോലെ നടക്കേണ്ടിയിരിക്കുന്നു. പുതിയ കൽപ്പന. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആദ്യം മുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന തന്നെ. ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ്. വീണ്ടും ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് എഴുതുന്നു. അത് അവനിലും നിങ്ങളിലും യാഥാർത്ഥ്യമായതാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, സത്യമായ വെളിച്ചം പ്രകാശിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവനിൽ ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകൾ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതി, പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതി, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതി, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിലുണ്ടായിരിക്കുകയില്ല.
എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിനോടുള്ള മോഹവും കടന്നുപോകുന്നു. ദൈവഹിതം അനുവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ വൈരികൾ. കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം എതിർ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തുപോയത്. എന്നാൽ അവർ നമ്മോട് കൂടെയുള്ളവരായിരുന്നില്ല. നമ്മിൽ നിന്നുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ അവരാരും നമ്മിൽ നിന്നുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്നുള്ള അഭിഷേകം നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് സത്യം അറിയില്ല എന്ന് ഞാൻ എഴുതിയില്ല, മറിച്ച് നിങ്ങൾക്കതറിയാം. അതായത് വ്യാജമായതൊന്നും സത്യത്തിൽ നിന്നല്ല. യേശുവാണ് ക്രിസ്തുവെന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? അവനാണ് എതിർ ക്രിസ്തു, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, എന്നാൽ പുത്രനെ ഏറ്റുപറയുന്നവനോ പിതാവുണ്ടായിരിക്കും. ആദ്യം മുതലേ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. ആദ്യം മുതലേ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്: നിത്യജീവൻ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവരെക്കുറിച്ചാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ആരും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. 1 യോഹന്നാൻ അധ്യായം 3. നാം ദൈവമക്കൾ. കണ്ടാലും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം അങ്ങനെയാണ് താനും. ഇതിനാൽ ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. കാരണം അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണും. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ സ്വയം ശുദ്ധീകരിക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ നീക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ആരും അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം അവിടുത്തെ വിത്ത് അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. പരസ്പരം സ്നേഹിക്കുവിൻ. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയിൽ നിന്നുള്ളവനും സഹോദരനെ കൊന്നവനുമായ കായനെ പോലെ ആകരുത്. എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ നിന്ദിതവും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ ആയിരിക്കുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയിലും നിത്യജീവൻ കുടികൊള്ളുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവൻ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്നറിയുകയും അവിടുത്തെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാണ്.
പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്നിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തെ മുമ്പിൽ പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടുത്തെ കൽപ്പന. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് നൽകിയ കൽപ്പന പോലെ നാം പരസ്പരം സ്നേഹിക്കുകയും വേണം. അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ആരും അവനിൽ വസിക്കുന്നു. അവൻ അവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിലും വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു. 2 തെസലോനിക്ക അധ്യായം 1. അഭിവാദനം. പൗലോസും സിൽവാനോസും തിമോത്തിയോസും കൂടെ നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്കക്കാരുടെ സഭയ്ക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പ്രശംസ, പ്രാർത്ഥന. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സമുചിതമായി നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾക്കുള്ള സഹനശീലവും വിശ്വാസവും നിമിത്തം ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിനു വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അതിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിവിധിയുടെ തെളിവാണിത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് യാതനകൾ തിരിച്ചു നൽകുക ദൈവനീതിയാണ്. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകരുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യാതനകൾക്കിരയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇതുവഴി സമാശ്വാസം നൽകും. അപ്പോൾ അവൻ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷ നൽകും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അകന്ന് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം വിശ്വസിച്ചതിലൂടെ വിശ്വാസികളായ സകലരിലും അത്ഭുത വിഷയമാകുന്നതിനും ആ ദിവസം കർത്താവ് വരും. നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയ്ക്കനുസൃതം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ. 2 തെസലോനിക്ക അധ്യായം 2. തിന്മയുടെ അജ്ഞാത ശക്തി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ സമാഗമത്തെയും കുറിച്ച് സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള അരൂപിയാലോ വചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് തോന്നിക്കുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആര് നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആദ്യം വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുമേൽ തന്നെ തന്നെ ഉയർത്തുകയും ചെയ്യും. സ്വയം ദൈവമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? അവൻ്റെ സമയത്ത് മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ നിഗൂഢശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി. അപ്പോൾ അരാജകമൂർത്തി പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രത്യക്ഷീകരണത്താൽ അവനെ ഇല്ലാതാക്കുകയും ചെയ്യും. അവൻ്റെ ആഗമനം സാത്താൻ്റെ പ്രവർത്തനപ്രകാരം എല്ലാ ശക്തിയോടും അടയാളങ്ങളോടും വ്യാജമായ അത്ഭുതങ്ങളോടും അവരെ രക്ഷിക്കുന്ന സത്യത്തിൻ്റെ സ്നേഹം തിരസ്കരിക്കുന്നതുകൊണ്ട് നശിച്ചു പോകുന്നവരോടുമുള്ള ദുഷ്ടതയുടെ എല്ലാവിധ വഞ്ചനകളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിലേക്ക് അയക്കുന്നു. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ ദുഷ്ടതയിൽ സന്തോഷിക്കുന്നവരെല്ലാം കുറ്റം വിധിക്കപ്പെടും. സ്ഥിരതയോടെ നിൽക്കുക. എന്നാൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ഞങ്ങളുടെ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് കൃപയാൽ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളിലും വചനത്തിലും സ്ഥിരപ്പെടുത്തുകയും ചെയ്യട്ടെ. 2 തെസ്സലോനിക്ക അധ്യായം 3. പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അവസാനമായി സഹോദരരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ വേഗത്തിൽ പ്രചരിക്കുന്നതിനും മഹത്വപ്പെടുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദുർവൃത്തരും ദുഷ്ടരുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നതിനും പ്രാർത്ഥിക്കുവിൻ. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചാകട്ടെ, ഞങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഇനിയും ചെയ്യുമെന്നും കർത്താവിൽ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹനശക്തിയിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ. അധ്വാനശീലരാകുക. അലസതയിൽ നടക്കുകയും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാതെ ചരിക്കുകയും ചെയ്യുന്ന സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിൽ നിന്നും ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നതിന് ഞങ്ങളെ തന്നെ മാതൃകയായി നൽകാനാണിത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു ജോലിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. സഹോദരരെ, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. ഈ കത്തിലൂടെയുള്ള ഞങ്ങളുടെ വചനം ആരെങ്കിലും അനുസരിക്കാതിരുന്നാൽ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവൻ ലജ്ജിതനാകേണ്ടതിന് അവനുമായി ഇടപെടാതിരിക്കുക. അവനെ ശത്രുവായി പരിഗണിക്കരുത്, മറിച്ച് സഹോദരനെ എന്ന പോലെ ഉപദേശിക്കുക. സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ. ഈ അഭിവാദനം പൗലോസായ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എഴുതുന്നു. എല്ലാ കത്തുകളിലും ഇതുതന്നെ അടയാളം. ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ. സുഭാഷിതങ്ങൾ അധ്യായം 30 വാക്യങ്ങൾ 20 മുതൽ 23 വരെ. വ്യഭിചാരിണിയുടെ പെരുമാറ്റം ഇതുപോലെയാണ്. അവൾ ഭക്ഷിച്ച് തൻ്റെ വായ് തുടച്ചുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയും. 3 കാര്യങ്ങൾക്ക് കീഴ് ഭൂമി വിറകൊള്ളുന്നു. 4 കാര്യങ്ങൾക്ക് കീഴ് അതിനുയരാനാകില്ല. അടിമ രാജാവായാൽ അവനും, ഭോഷൻ ഭക്ഷണം കൊണ്ട് തൃപ്തനായാൽ അവനും കീഴ്. വെറുക്കപ്പെട്ടവൾ ഭർത്തൃമതിയായാൽ അവൾക്കും, പരിചാരിക തൻ്റെ യജമാനത്തിയെ സ്ഥാനഭ്രഷ്ടയാക്കിയാൽ അവൾക്കും കീഴ്. പ്രിയമുള്ളവരെ, ഇന്ന് 355-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. അതുപോലെ 2 തെസ്സലോനിക്കർ അധ്യായങ്ങൾ 1, 2, 3. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചതുപോലെ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്ന പ്രമേയങ്ങൾ ഏതാണ്ട് സമാനമാണ്. അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രമേയമാണ് ദൈവം പ്രകാശമാണ് എന്നുള്ളത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞതിൻ്റെ സമാന്തരമായി ലേഖനത്തിലും പറയുന്നു. ദൈവം പ്രകാശമാണ്, അവിടുത്തോടുകൂടി ജീവിക്കുന്നു എന്ന് പറയുന്നവർ പ്രകാശത്തിൽ നടക്കേണ്ടവരാണ്. അവരിൽ ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. എന്താണ് പ്രകാശം? പ്രകാശത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ഈ പ്രകാശം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് പ്രകാശത്തിൽ ജീവിക്കുക എന്നതുകൊണ്ട് അപ്പോസ്തലൻ മനസ്സിലാക്കുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ ജീവൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അദ്ദേഹം പറഞ്ഞില്ലേ, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ജീവൻ. നമ്മൾ ഈ ജീവൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ ഓർക്കണം, അത് ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജീവിച്ചതുപോലെ ഒരു ജീവിതം. ആ ജീവിതം ജീവിച്ചാൽ അത് മനുഷ്യർക്ക് വെളിച്ചം നൽകുന്ന ഒരു ജീവിതമായി മാറും. അങ്ങനെ ആ വെളിച്ചം നൽകുമ്പോൾ അതിനെയാണ് അദ്ദേഹം സ്നേഹം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 വാക്കുകൾ കണക്റ്റഡാണ്. എന്തൊക്കെയാണ്? 1,
ജീവൻ, 2 വെളിച്ചം, 3 സ്നേഹം. ഇത് 3ൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഒടുവിൽ എത്തിച്ചേരേണ്ടത് സ്നേഹത്തിലാണ്. എല്ലാവരും അവസാനിപ്പിക്കേണ്ടത് സ്നേഹത്തിലാണ്. എങ്ങനെ ആരംഭിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ല. സ്നേഹമായി മാറിയോ മാറിയില്ലയോ എന്നതാണ് നാളെ ഒരാത്മാവിൻ്റെ മേൽ ഉച്ചരിക്കപ്പെടാൻ പോകുന്ന വിധിവാചകത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്നേഹമായി മാറിയോ ഇല്ലയോ? അങ്ങനെ ഈ സ്നേഹമായി മാറുന്നതിന് സഹായിക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ ലോകത്തെയോ ലോകത്തിലുള്ളവയോ നിങ്ങൾ സ്നേഹിക്കരുത്. അങ്ങനെയുള്ളവരിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തോട് നമ്മൾ പുലർത്തേണ്ട കൃത്യമായ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു അകലം, ഒരു വിരക്തിയുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ മക്കളല്ല. അദ്ദേഹം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ലോകത്തിൻ്റെ മക്കളല്ല. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്താണ് നമ്മുടെ ഡെസ്റ്റിനി? എന്താണ് നമ്മൾ ആയിത്തീരേണ്ടത്? അദ്ദേഹം പറയുകയാണ്, അതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഒരു കാര്യം മാത്രം അറിയാം, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെപ്പോലെ ആകും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും പ്രത്യാശയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് നിങ്ങളുടെ മനസ്സിലൊരു സംശയം വന്നാൽ, സംശയമില്ലാതെ ഇനി മനസ്സിലാക്കിക്കൊള്ളുക, അത് യേശുവിനെ പോലെ ഞാനൊരിക്കലാകും എന്നതാണ് ആ പ്രത്യാശ. എൻ്റെ ഈ ജഡിക ബലഹീന ജീവിതത്തെ മറികടന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ സാദൃശ്യം ധരിക്കും എന്നതാണ് ക്രിസ്ത്യൻ ഹോപ്പ്. ഒരിക്കൽ ഞാൻ യേശുവിനെ പോലെ ആകും. അതിനുവേണ്ടിയുള്ള യാത്രയാണ് സത്യത്തിൽ ആത്മീയ ജീവിതം. അദ്ദേഹം പറയുകയാണ്, നമ്മൾ എന്തായി തീരും എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെപ്പോലെ ആകും. അതുകൊണ്ട് എന്തു ചെയ്യണം? ഈ പ്രത്യാശയുള്ളവൻ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് എല്ലായിടത്തും ഈശോ തന്നെയും അതുപോലെ അപ്പസ്തോലന്മാരും ആവർത്തിച്ചിരുന്ന ഒരു ആശയമുണ്ട്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. പ്രിയമുള്ളവർ, ഇത് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ശ്രദ്ധ നമ്മൾ വെക്കേണ്ട ഒരു മേഖലയാണ്. സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, സൈബർ ലോകം നമുക്കിങ്ങനെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ തുറന്നു കിടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഏതെല്ലാം തരത്തിലുള്ള പ്രബോധനങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ആ പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിൽ നിന്നുള്ളതാണോ അല്ലയോ, ലോകത്തിൻ്റേതാണോ അല്ലയോ, അത് ഈ അന്ത്യക്രിസ്തുവിൻ്റേതാണോ യഥാർത്ഥ ക്രിസ്തുവിൻ്റേതാണോ എന്നൊക്കെ എങ്ങനെയാണ് ഒരാൾ തിരിച്ചറിയുന്നത്? പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ വെളിയിൽ കാണുന്ന പല പ്രദർശനങ്ങളിൽ അല്ല ഒരു പ്രബോധനത്തിൻ്റെ ആധികാരികത തിരിച്ചറിയേണ്ടത്. അത് പറയുന്നവരുടെ ജീവിതം, അവരിലുണ്ടാവുന്ന ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ, അത് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് ആണ് ഒരു പ്രബോധനം ഊന്നൽ നൽകുന്നതെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ ദേവൻ്റേതാണ്, അന്ത്യക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിക്കാൻ ഒരു പ്രബോധനം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, പാപം ഉപേക്ഷിക്കാൻ ഒരു പ്രബോധനം നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധരാവാനുള്ള ആഗ്രഹം തരുന്നുണ്ടെങ്കിൽ, ഭിന്നതകളും കലഹങ്ങളും അവസാനിപ്പിച്ച് സ്നേഹത്തിൽ ആഴപ്പെടാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്താനുള്ള ഒരു സന്നദ്ധതയിലേക്കൊരു പ്രബോധനം നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, അത് ക്രിസ്തുവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ദേവനായി മാറുന്നതിനോ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു പ്രഭുവായി മാറുന്നതിനോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പ്രോസ്പെരിറ്റി, അഭിവൃദ്ധിയും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരവും വാഗ്ദാനം ചെയ്യുന്നതോ ഒക്കെയായ സുവിശേഷങ്ങൾക്ക് കുറെ കൂടി ഒരു സൂക്ഷ്മമായ വിലയിരുത്തൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന ക്രിസ്തുവിൻ്റെ ആ താക്കീത് വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ നാളെ കാണും വരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവെക്കാം, ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം. ആമേൻ.